എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ കിച്ചണിലൊക്കെ കയറിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കടയിൽ പോയപ്പോൾ നല്ല വലിയ അയില കിട്ടിയിരുന്നു. ഒരു അയില 1/2 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല തേങ്ങ ഒക്കെ അരച്ചിട്ട് പുളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉപ്പേരിയായിട്ട് അമരപ്പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ദോഹയുടെ പയറാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി. പിന്നെ നാട്ടിൽ നിന്ന് ഉണക്കമാതൃ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി, തേങ്ങ ചമ്മന്തി. അങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഉണക്കമീനും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ തേങ്ങ ചമ്മന്തിന്ന് കുറച്ചെടുക്കാം. നല്ല സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. തേങ്ങ, പിന്നെ ഉള്ളി, പിന്നെ പച്ചമുളക്, കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. സംഭവം ചോറും ചമ്മന്തിയും അടിപൊളിയല്ലേ. ഇനി ആ മീൻ കറി എടുത്ത് കുറച്ച് ആ ചോറിലോട്ട് ഒഴിക്കാം. ആ മീനിൻ്റെ തല തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ തലയാണ്. മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് നല്ല ചൂടോടെ കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കണം. പിന്നെ ഉണക്കമീനിൽ നിന്ന് ഒരു പീസ് എടുക്കാം. പിന്നെ അതുപോലെ അമരപ്പയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംഭവം നല്ല ടേസ്റ്റാണ്. ദോഹയുടെ തന്നെയാണ് കേട്ടോ. നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ആ ചോറിൻ്റെ സൈഡിലോട്ട് ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. സംഭവം അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചു തുടങ്ങാം. ആദ്യം ആ മീൻ കറിയുടെ ചാറ് എടുത്തിട്ട് ആ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതും ആ ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീനിൽ നിന്ന് ഒരു പീസ് എടുത്ത് അതിലോട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം കുറേ നാളായിട്ടുണ്ട് മാങ്ങ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ട്. നല്ല ആ ചൂടോടെ തന്നെ കഴിക്കാം. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മീൻ കറിയും ആ മാങ്ങയും ചോറൊക്കെ കൂടിയിട്ട് പിന്നെ കുത്തിരിച്ചോറ്, ഒരു പപ്പടം കൂടി വേണ്ടിയിരുന്നു. സംഭവം കുഴപ്പമില്ല, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇനി അമരപ്പയർ എടുത്ത് കുറച്ച് ആ ചോറിലോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി എടുക്കാം. എന്നിട്ട് ആ മാങ്ങാപ്പുളി ആ ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇത്രയും ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ പോലും കറികൾ ഉണ്ടാക്കില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കൂടെ ആ മീൻ പൊരിച്ചതും പിന്നെ ഒരു പപ്പടം വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിന്. പക്ഷെ ഇല്ലല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഉണക്കമീൻ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ മാങ്ങാപ്പുളി എടുത്ത് കുറച്ച് ആ ചോറിലോട്ട് വെച്ചിട്ട് ഉണക്കമീനിൽ നിന്ന് ഒരു പീസ് എടുത്ത് അതിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം ടേസ്റ്റിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. ഉണക്കമീനൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായി. നമ്മളോട് സംഭവം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും എടുത്ത് ഉണ്ടാക്കാറൊന്നുമില്ല. നമ്മളിങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രം വല്ലപ്പോഴും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എടുത്ത് മീൻ വറക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓഫീസിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടിയിട്ടൊക്കെയാണ് ഫുഡ് കൊണ്ടുപോകാറ്. ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന ദിവസമാണ് നമ്മളിങ്ങനെ 2-3 ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കാറ്. അപ്പോഴപ്പോൾ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. സംഭവം എല്ലാം സിമ്പിൾ കറികളാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ മീൻ കറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.